ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ചോദിച്ചിരുന്നു സീയപ്പൻ ചുടുന്ന വീഡിയോ പിന്നെയും ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാടുണ്ട് ഈ സീയപ്പൻ ചുടുന്ന വീഡിയോ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. പച്ചരി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ അരച്ചതാണ്. ഇതുപോലെ വെള്ളം ഒഴിച്ച് നീട്ടി ഇങ്ങോട്ട് കലക്കട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ സീയപ്പം, ചില നാട്ടിലൊക്കെ നീറപ്പം എന്നൊക്കെ പറയും, ഞങ്ങൾ സീയപ്പം എന്ന് പറയട്ടോ. എന്നിട്ട് നമ്മൾ ഈ അപ്പക്കല്ല് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ഓരോ തവി ഇങ്ങനെ നല്ലതുപോലെ കലക്കി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്പം തന്നെയാണിത്. നമ്മൾ എത്ര കഴിച്ചാലും മടുക്കില്ല. ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഒക്കെ നമുക്കൊരു മടുപ്പ് വരില്ലേ. പക്ഷേ ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം വെള്ളം കണ്ട വലിഞ്ഞ് അപ്പച്ചട്ടിയിൽ നിന്ന് നമ്മൾ കുറച്ച് താമസിച്ച് ഇങ്ങനെ മറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മുരിച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഒരപ്പാണ് ഇട്ടത്. അപ്പോൾ ഞാനത് പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ച് നേരം കട്ടിൽ വെച്ചെങ്കിൽ ഒന്ന് മുരിഞ്ഞ് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സീയപ്പാണ്. ഇതിലേക്ക് എല്ലാ കറിയും ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. ഇനി അതല്ലാതെ ചൂടോടുക്കനെ വെറുതെ കഴിക്കാനും ഈ ഒരപ്പം പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. കട്ടില്ലാതെ ചൂടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2-3 അപ്പം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടക്കറിയാണ്. മുട്ടക്കറി നല്ല ഉള്ളിയൊക്കെ വാട്ടിയിട്ട് നല്ലൊരു അടിപൊളി കറി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മളെ സീയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.